ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ 2 സലാഡ്സ് റെസിപ്പീസാണ്. ഒന്ന് ഫ്രൂട്ട്സ് വെച്ചിട്ടാണ്, ഒന്ന് വെജിറ്റബിൾസ് വെച്ചിട്ടും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഫ്രൂട്ട്സിൻ്റെ സലാഡാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് പേരക്ക, ആപ്പിള്, പൈനാപ്പിൾ, അനാറ് ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫ്രൂട്ട്സിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇനി ഡ്രസ്സിങ്ങിന് വേണ്ടി 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, 1.5 ടീസ്പൂൺ തേന്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ക്രഷ്ഡ് ചില്ലി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, പുതിനയില, പച്ചമുളക്. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. ആദ്യം പുതിനയിലയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിന് ശേഷം തേനും വെളിച്ചെണ്ണയും ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ അടിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഒരു വലിയ മിക്സിംഗ് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പേരക്കൊക്കെ മധുരം കുറവാണ്, അപ്പം തിന്നാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ആ സമയത്തൊക്കെ ഇതേപോലെ ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും. ഇതിൻ്റെ ഡ്രസ്സിങ്ങിനും ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. വെളിച്ചെണ്ണ തീരെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഒലിവ് ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. എല്ലാം കൂടി ചേരുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ഉണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത നിലക്കടല തൊലി കളഞ്ഞെടുത്തതാണ്, ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇതിൻ്റെ മിക്സിങ് നല്ലോണം ചെയ്യണം. എല്ലാ ഭാഗത്തും ഇതിൻ്റെ ഡ്രസ്സിങ്ങൊക്കെ എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. നല്ല എരിവും പുളിയും മധുരവും എല്ലാം കൂടെ കൂടിച്ചേർന്ന നല്ലൊരു സാലഡാണ്. വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്കൊക്കെ ഇടനേരങ്ങളിലൊക്കെ കഴിക്കാൻ ഇതേപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതാണ്. നന്നായിട്ട് ഫില്ലായിട്ട് കിട്ടും ചെയ്യും. ഞാൻ ഉപ്പ് നോക്കിയപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. എല്ലാ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ഇറങ്ങി നല്ലൊരു ടേസ്റ്റിൽ വരാൻ വേണ്ടിയിട്ടാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തെടുത്തതാണ് ഞാനിത്. നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളി സാലഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നെക്സ്റ്റ് റെസിപ്പി നോക്കാം. ഇതൊരു വെജിറ്റബിൾ സലാഡാണ്. ഇതെല്ലാവരും ഉണ്ടാക്കുന്ന സലാഡ് തന്നെയാണ്, പക്ഷേ കുറച്ചൊരു വ്യത്യാസത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം നന്നായിട്ട് കഴുകി പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ സാധാരണ വട്ടത്തിൽ മുറിച്ച് കഴിക്കുന്ന സലാഡും ഇതേപോലെ അരിഞ്ഞെടുത്തിട്ട് ചെയ്യുന്ന സലാഡുമായിട്ട് നല്ല വ്യത്യാസം ഉണ്ടാവും. ഇതേപോലെ കഴിക്കുമ്പോൾ ഒരുപാട് നമുക്ക് കഴിക്കാനും പറ്റും, പിന്നെ നല്ല ടേസ്റ്റുമാണ്. ഡയറ്റൊക്കെ നോക്കുന്നവർക്കൊക്കെ ഈ രീതിയിൽ ചെയ്യുമ്പം കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റും. 2 സലാഡ്സും ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് വെയിറ്റ് ലോസൊക്കെ നോക്കുന്നവർക്കൊക്കെ ഇടനേരങ്ങളിലൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. വയറ് നന്നായിട്ട് ഫില്ലായി കിട്ടുകയും ചെയ്യും. ലെറ്റ്യൂസും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കണം. ലെറ്റ്യൂസിൻ്റെ ആ നടുവിലെ ഭാഗം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതെടുത്താലും കുഴപ്പമൊന്നുമില്ല. എനിക്കത് അത്ര കടിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ലീവ്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ നന്നായിട്ട് ചുരുട്ടിയെടുത്തതിന് ശേഷം തിന്നായിട്ട് മുറിച്ചെടുക്കണം. ഒരു സാലഡിൽ കട്ടിങ്ങിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതേപോലെ കട്ട് ചെയ്ത് തന്നെ എടുക്കണം. അല്ലെങ്കിൽ ചോപ്പറിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓരോന്നായിട്ട് ചോപ്പറിൽ ചെയ്യാവൂ. അല്ലെങ്കിൽ തക്കാളിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ജ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ അലിഞ്ഞു പോവും. ഇതേപോലെ നമുക്ക് ചോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. 2-3 ദിവസമൊക്കെ ഉണ്ടാക്കാനും പറ്റും. ഓരോരോ ബൗളിലാക്കിയിട്ട് എടുത്ത് വെക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ പാർട്ടീഷനുള്ള ടൈപ്പ് പാത്രത്തിലെടുത്ത് വെച്ചാൽ മതി. ഉള്ളിയും കൂടെ അരിഞ്ഞെടുക്കാം. എല്ലാം അരിഞ്ഞെടുത്ത് കഴിയുമ്പോൾ വലിയൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില കൂടെ വേണം. മല്ലിയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് നല്ലോണം തന്നെ ചേർക്കുന്നുണ്ട്. ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഡ്രസ്സിങ് കൂടെ റെഡിയാക്കി എടുക്കാം. ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കാം. കുരുവൊക്കെ മാറ്റിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി,
ക്രഷ് ചില്ലി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ തേനും കൂടെ ചേർക്കുന്നുണ്ട്. തേനുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം അരിഞ്ഞു വെച്ച വെജിറ്റബിൾസിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു സലാഡും ഫിഷ് ഫ്രൈയും ചപ്പാത്തിയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. കറീൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ്. നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും 2 സാലഡും ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.